കഷ്ടതകളെക്കാട്ടിലും പ്രതികൂലങ്ങളെക്കാട്ടിലും ഒരു ഭക്തനെ അസഹ്യപ്പെടുത്തുന്നത്, അവനെ നിരാശപ്പെടുത്തുന്നത് പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം അവൻ്റെ മുൻപിൽ മൗനമാകുമ്പോഴാണ്. സ്വർഗം അവൻ്റെ മുമ്പിൽ നിശബ്ദമാകുമ്പോഴാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ മാനുഷിക മുഖങ്ങൾ അകലുന്നതിനെക്കാട്ടിലും ഉറ്റവരും ഉടയവരും മാറിപ്പോകുന്നതിനെക്കാട്ടിലും ഒരു ഭക്തനെ നിരാശപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മൗനമാണ്, സ്വർഗത്തിൻ്റെ നിശബ്ദതയാണ്. സ്വർഗം നിശബ്ദമാകുമ്പോൾ, ദൈവം മൗനമാകുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് എല്ലാം അവസാനിച്ചു എന്ന് തോന്നും. ഇനിയും ഒരു പുലരിയില്ലാതെ വണ്ണം സൂര്യൻ അസ്തമിച്ചു, ഈ രാത്രി എന്നും രാത്രിയായിരിക്കുമെന്ന് തോന്നും. എല്ലാം അവസാനിച്ചുവെന്ന് കരുതിപ്പോകും. പക്ഷേ ജീവിതത്തിൽ ദൈവം മൗനമാകുമ്പോൾ, സ്വർഗം നിശബ്ദമാകുമ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് കരുതരുത്. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളുടെ ആരംഭമായിരിക്കും അത്. മനുഷ്യനല്ല, ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമായിരിക്കും അത്. കാരണം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ആരംഭിച്ച 7 മുദ്രകൾ, അതിൽ അവസാനത്തെ മുദ്ര പൊട്ടിക്കുന്നു, ഒരു മൗനത. എല്ലാം അവസാനിച്ചു എന്ന് തോന്നും. എന്നാൽ അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. 3-ാം വാക്യം: മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ആ നിശബ്ദത വലിയ അത്ഭുതങ്ങളുടെ ആരംഭമായിരുന്നു. ദൂതന്മാരിറങ്ങുന്നു, സ്വർണ്ണ ധൂപകലശവുമായി വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ധൂപവർഗത്തിൻ്റെ പുകയോടുകൂടെ സ്വർഗത്തിലേക്ക് കയറുന്നു. ചില നിശബ്ദതകൾ, ചില ദൈവിക മൗനതകൾ ഇന്നുവരെയും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും ജീവിതത്തിൽ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഡിവൈൻ ഇൻ്റർവെൻഷൻസിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. ദൈവം മൗനമാകുമ്പോൾ എന്തോ വലിയത് സംഭവിക്കാനുണ്ട്. സ്വർഗം നിശബ്ദമാകുമ്പോൾ എന്തോ അത്യത്ഭുതമായത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനുണ്ട്. അധൈര്യപ്പെടരുത്, നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ മൗനത എന്തോ അസാധാരണമായതിനു വേണ്ടിയുള്ള ഒരുക്കം തന്നെയാണ്.